ഈ ഇഷ്ടിക ചൂളകളിൽ ഒരു കുടുംബം മുതലാളിമാരും ഒട്ടനേകം കുടുംബങ്ങൾ തൊഴിലാളികളുമാണ്. വളരെ വ്യത്യസ്തമായൊരു കഥ പറയാം. കുഴച്ചുവെച്ച ചെളികൾ ട്രാക്ടറിൽ കയറ്റി ഓരോരുത്തർക്കായി വീതം വയ്ക്കുന്നു. അവ അച്ചിലേക്ക് നിറച്ച് ഉണക്കാൻ വെക്കുന്നതാണ് അടുത്ത ജോലി. 1000 ഇഷ്ടികകൾ ഇങ്ങനെ തയ്യാറാക്കിയാൽ 400 രൂപയാണ് കൂലി. ഉണങ്ങിയ ഇഷ്ടികകൾ തീയിലിട്ട് പഴുപ്പിക്കണം. നിശ്ചിത സമയം പൂർത്തിയാകുന്നതോടെ ഇഷ്ടികകൾ തയ്യാറാകും. വൈക്കോലുകളാണ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. നല്ല വെയിലും താഴ്ഭാഗം തീയും. എന്നിട്ടും ഇതിൻ്റെ ഓരം ചേർന്നൊരാൾ റൊട്ടിയുണ്ടാക്കുകയാണ്. പേര് സാരംഗ്. ഓരോ ഇഷ്ടിക ചൂളകളിലും 1-2 കുടുംബങ്ങൾ, മാതാപിതാക്കളും മക്കളും ഒന്നിച്ചാണ് ഈ ജോലികളെല്ലാം ചെയ്തു തീർക്കുന്നത്. അവർക്കുള്ള ചെറുകുടിലുകൾ ചൂളകളോട് ചേർന്ന് സജ്ജീകരിച്ചിട്ടുണ്ടാകും. അവരുടെ ഊണും ഉറക്കും ജീവിതവും എല്ലാം ഇവിടെ തന്നെ. മക്കൾ മാതാപിതാക്കളെ സഹായിക്കും, അല്ലെങ്കിൽ ഈ പൊടിമണ്ണിൽ അങ്ങനെ കളിച്ചു നടക്കും. ചിലർ ആടിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടേതാകും ആടുകളെ പരിപാലിക്കുന്ന ജോലികൾ. ഉത്തരേന്ത്യയിൽ ചൂടുകാലത്ത് മാത്രം പ്രവർത്തിക്കുന്ന വ്യവസായമാണ് ഇഷ്ടിക ചൂളകൾ. വായു മലിനീകരണം കണക്കിലെടുത്ത് തണുപ്പുകാലത്ത് ചൂളകൾ പ്രവർത്തിപ്പിക്കാൻ അനുവാദമില്ല. ഈ ഇഷ്ടിക ചൂളകളിൽ എരിയുന്നത് ഇഷ്ടികകൾ മാത്രമല്ല, ഒട്ടനേകം മനുഷ്യർ കൂടിയാണ്. ഓരോ ഇഷ്ടികകളിലും അത്തരം മനുഷ്യരുടെ ജീവൻ്റെ തുടിപ്പ് കൂടിയുണ്ട്. വീണ്ടും കാണാം.